ടർബോ ഒരു ത്രില്ലർ മൂവിയല്ല, ടർബോ ഒരു ആക്ഷൻ കോമഡിയാണ്. ഇപ്പോൾ ടർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടർബോ എഞ്ചിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ, എക്സ്ട്രാ പവറുള്ള ഒരാൾ. ഞാൻ അടിച്ച താങ്ക മറ്റേ അതുപോലെ ഒരൊറ്റടിക്ക് മമ്മൂട്ടി അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള ഒരാൾ, അങ്ങനെ ഒരു നായകനെ നമ്മൾ അവതരിപ്പിക്കും. ഞാൻ എഴുതി കൊടുക്കുന്ന തിരക്കഥകളുടെ ലൊക്കേഷനിൽ കൂട്ടെടുക്കുന്ന എനിക്ക് പോകുന്നതേ ഇഷ്ടമാണ്. ഇപ്പം ഇന്ന കഥാപാത്രം ഇന്ന ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ നന്നാവൂ എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. ഞാനങ്ങനെ ആർട്ടിസ്റ്റുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ വളരെ അപൂർവമായിട്ടേ എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്ത വരുന്നത് ടർബോ എന്നുള്ള ഒരു പടമാണ്. അത് കേൾക്കുമ്പോൾ നമുക്കിനി അയ്യോ അത് മിഥുൻ മാനുവൽ തോമസിന്റെ പടമാണ്, അപ്പൊ എന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതൊരു അടുത്തൊരു ത്രില്ലർ മൂവിയാണോ അതോ? അല്ല, ടർബോ ഒരു ത്രില്ലർ മൂവിയല്ല, ടർബോ ഒരു ആക്ഷൻ കോമഡിയാണ്. മാസ് ആക്ഷൻ ഫിലിം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഹ്യൂമറിൻ്റെ എലമെൻസ് ഉള്ള എന്നാൽ ആക്ഷനുമുള്ള, വൈശാഖട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന, മമ്മൂക്ക നായകനായി അഭിനയിക്കുന്ന ഒരു ആക്ഷൻ കോമഡി ജോണറിൽ പെടുത്താവുന്ന സിനിമയാണ് ടർബോ. അല്ലാതെ ഒരു ഹാർഡ് കോർ ത്രില്ലറോ മർഡർ മിസ്റ്ററിയോ ഒന്നുമല്ല. പക്ഷെ ഈ പേരുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഭയങ്കര ആൾക്കാരെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യിക്കുന്ന പോലത്തെ പേരുകൾ. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുടെ പേരുകളെല്ലാം എയിലാണ് തുടങ്ങുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത്രയും സിനിമകൾ ചെയ്തതെല്ലാം എയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കെല്ലാം വെച്ച് തന്നെ പേരിടാനാണ് ഇനി അങ്ങോട്ടും തീരുമാനം. ഒരു പടങ്ങളുടെ സംവിധാനം എന്നുള്ള ലേവൽ കിടക്കട്ടെ. പക്ഷേ എഴുതുന്ന സിനിമകൾക്ക് അവരുടെ സംവിധായകരുടെ ചോയ്സ് പോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന പേരുകൾ നമ്മളെല്ലാവരും കൂടെ ആലോചിച്ചിരുന്ന് ചൂസ് ചെയ്തതാണ്. അപ്പോൾ ടർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടർബോ എഞ്ചിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ, എക്സ്ട്രാ പവറുള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് ഇട്ടത്. ഞാൻ അടിച്ച താങ്ക മറ്റേ അതുപോലെ ഒരൊറ്റടിക്ക് മമ്മൂട്ടി. അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള ഒരാൾ, അങ്ങനെ ഒരു നായകനെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഈ ടർബോയുടെ ആണെങ്കിലും അതുപോലെ ഓസ്ലറിന്റെ ആണെങ്കിലും ക്യാരക്ടർ പോയിട്ട് മമ്മൂക്ക അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക എങ്ങനെയാണ് മമ്മൂക്കടുത്തത് അവതരിപ്പിച്ചത്? ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്നത്. അതങ്ങനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളല്ലല്ലോ മമ്മൂക്ക. അയാളെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ലൊരു കഥ പറയുക, അത്രേ ഉള്ളൂ. ഓസ്ലറിലാണെങ്കിലും വളരെ ഒരു കുഞ്ഞ് ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത്, പക്ഷേ മുഴുവൻ കഥയുമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ കൺവിൻസ് ചെയ്തെടുത്തുകൊണ്ടൊന്നും വരവൊന്നും നടക്കില്ല. അതങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയും അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കലല്ലോ. നമ്മുടെ സ്റ്റോറി അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓക്കെ ഇത് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഇത് വേണ്ട. ഇതിപ്പോൾ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഇതില് വളരെ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മമ്മൂക്ക അടുത്ത് പോയിട്ട് പറയുമ്പോഴത്തേക്കും അയ്യോ ഇത് മമ്മൂക്ക അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവില്ലേ? ഇല്ല, ഫുൾ കഥയാണല്ലോ നമ്മൾ നറേറ്റ് ചെയ്യുന്നത്. വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഫുൾ കഥ മാത്രം പറഞ്ഞാൽ മതി. ആ ക്യാരക്ടറിന് സാധ്യതയുണ്ടോ ഇല്ലേ എന്നൊക്കെ വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന എസ് ഓർ നോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മിസ്റ്റർ മമ്മൂട്ടി. മാത്രമല്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരു സിനിമയുടെ ഒരു കഥാപാത്രം കേൾക്കുമ്പം അത് ഏത് തലത്തിൽ ചെയ്യാം, ഏത് റേഞ്ചിൽ ചെയ്യാമെന്നൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അനുഭവപരിജ്ഞാനമുള്ള ഒരാളാണ്. അപ്പം നമ്മളങ്ങനെ കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് കഴിയും എന്നൊന്നും പറഞ്ഞ് ആ പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു പക്ഷം. നമ്മൾ കഥ പറയുക, അവർക്ക് കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ അവർ ആർട്ടിസ്റ്റുകളാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് മിസ്റ്റർ മമ്മൂട്ടി. ഇതിപ്പോൾ നേരത്തെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ സിനിമകൾക്കെല്ലാം ഞാൻ വെച്ചിട്ടാണ് ഇനി പേരിടാൻ പോകുന്നത്. ബാക്കി ഡയറക്ടേഴ്സിന് എന്താണോ വേണ്ടത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന പേരാണ് ഇടുന്നതെന്നല്ല. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അതിനെ കൺസീവ് ചെയ്യുന്നതും വേറൊരാൾക്ക് വേണ്ടി കഥ എഴുതി കൊടുക്കുമ്പോഴും എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക? നമ്മൾ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥ നമ്മൾ വിഷ്വലി കൺസീവ് ചെയ്യും. ഇന്ന പാറ്റേണിലായിരിക്കും ഇതിൻ്റെ വിഷ്വൽ പോകാൻ പോകുന്നത്, ഇന്ന ടെക്നീഷ്യൻസിനായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൺസീവിങ് പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. നമ്മൾ എഴുതി കൊടുക്കുന്ന കഥയിൽ, നമ്മൾ എഴുതുന്ന തിരക്കഥയിൽ നമ്മൾ ആ പ്രോസസ്സ് അങ്ങ് ഒഴിവാക്കും. കാരണം അതെൻ്റെ ജോലിയല്ല. എൻ്റെ തൊഴിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കഥാകൃത്തായിട്ട് ഞാൻ ചെയ്യുമ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു തിരക്കഥ എഴുതി പൂർത്തിയാക്കുക, അതതിൻ്റെ സംവിധായകനെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ വിഷ്വൽ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ മ്യൂസിക് പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നതും അതോടൊപ്പം അതിലെ ആർട്ടിസ്റ്റുകളുടെ ഫൈനലൈസേഷൻ, ഓഫ് കോഴ്സ് നമുക്കൊരു സേ ഉണ്ടാവും ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലും അങ്ങനെ അല്ലാത്ത കാര്യത്തിലും ഒക്കെ. അതെല്ലാം കൺസീവ് ചെയ്യേണ്ടത് ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് ആ സംവിധായകനാണ്. അപ്പം സംവിധായകൻ്റെ ആ സിനിമ കൺസീവിങ് എന്ന് പറയുന്ന ജോലി അത് മാത്രം നമ്മളങ്ങ് തിരക്കഥാകൃത്തായി നിൽക്കുമ്പോൾ ഒഴിവാക്കും. അത് നമ്മുടെ പണിയല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോ അതിൻ്റെ ഷോർട്ട് ഡിവിഷനിലോ ഒന്നും ഞാൻ ഇടപെടാറില്ല. ഇപ്പോൾ ഗരുഡൻ ചെയ്തപ്പോഴും ഫീനിക്സ് ചെയ്തപ്പോഴും ടർബോ ചെയ്തപ്പോഴും ഈവൻ തുടക്കത്തിൽ ഓം ശാന്തി ഓശാന ചെയ്തപ്പോഴും ഒന്നും ഞാൻ ആ മോണ്ടറിൻ്റെ പുറകിൽ ഇരുന്നിട്ട്
ഓരോ ഷൂട്ടിലും അഭിപ്രായം പറയാനോ ഓരോ ഷൂട്ട് നിരീക്ഷിക്കാനോ ഞാൻ പോകാറില്ല. ഇൻഫാക്റ്റ് ഞാൻ ലൊക്കേഷനിൽ ഞാൻ എഴുതി കൊടുക്കുന്ന തിരക്കഥകളുടെ ലൊക്കേഷനിൽ ഷൂട്ട് എടുക്കുമ്പോൾ എനിക്ക് പോകുന്നതേ ഇഷ്ടമല്ല. അതൊരു മറ്റൊരു സംവിധായകൻ്റെ സിനിമയാണ്. അപ്പോൾ അയാൾ ഓക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ തിരക്കഥ കൊടുക്കുന്നത്. അയാൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ തിരക്കഥ ചെയ്യട്ടെ, അത് സിനിമയാക്കട്ടെ, അയാളുടെ സിനിമ ചെയ്യട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലൈൻ. വല്ലപ്പോഴൊക്കെ ഒന്ന് ലൊക്കേഷൻ വിസിറ്റിന് പോകാമെന്നല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോലും ആക്ച്വലി ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നാലും ഇങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയും ഒരു അതെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഓക്കെ ഞാനിത് എഴുതിയത് അവർ പറയുന്നത് ഓക്കെ ശരിയാവില്ല എന്നാൽ കുറച്ചൊന്ന് അഭിപ്രായം പറഞ്ഞേക്കാം, അങ്ങനെ ഒരു തോട്ടേ വരാറില്ല. അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് നമ്മൾ മുതിരണ്ടാത്ത ആളുകളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കൂ. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കഥ പറയുന്നതിന് മുമ്പ് ആളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒരാളുടെ ബോഡി ഓഫ് വർക്ക് കാണുമ്പോഴൊക്കെ നമുക്കറിയാലോ ഇദ്ദേഹത്തെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ്, അത് പുതിയ ആളായിക്കോട്ടെ, അയാളൊരു ഷോർട്ട് ഫിലിം കണ്ടാൽ പോലും നമുക്കറിയാം ഈ പയ്യനത് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് ആ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമുക്ക് പറയാവുന്നതെല്ലാം പറഞ്ഞ് അയാളുടെ സിനിമ ചെയ്യാൻ അയാളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ആസ് എ റൈറ്റർ എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ അവിടെ എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി, ഒരു ഡയലോഗ് മാറ്റണം, ഒരു ലൊക്കേഷൻ കിട്ടിയില്ല, അതിനനുസരിച്ച് വേറെ ലൊക്കേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരു ഡയലോഗ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് വർക്കാവുന്നില്ല, വേറെ രീതിയിൽ അത് പറയണം, അങ്ങനത്തെ എമർജൻസീസ് വരുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. അല്ലാതെ നമ്മൾ അതിനായിട്ട് പോയിട്ടൊരു മുഴുവൻ സിനിമയിൽ സംവിധായകൻ അഭിപ്രായം തേടേണ്ടതുണ്ടെങ്കിൽ നമ്മളവിടെ പോകും. അല്ലാതെ പോകുന്നത് എനിക്ക് ആക്ച്വലി ബേസിക്കലി എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമല്ല. ഇപ്പം അങ്ങനെ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് മാത്രമേ ചേട്ടൻ മൂവീസ് ചെയ്യുള്ളൂ? അത് ഒരു റിസ്ക് എടുത്തിട്ട് ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അങ്ങനെ? എൻ്റെ സിനിമയിൽ ഞാൻ സാധ്യമായ പരീക്ഷണങ്ങളൊക്കെ ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തു പോകുന്ന ആളാണ്. അപ്പം മറ്റൊരു സംവിധായകൻ വരുമ്പോൾ അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ അയാൾ വർക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. ഇപ്പം ഇന്ന കഥാപാത്രം ഇന്ന ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ നന്നാവൂ എന്നുള്ള ഒരു പക്ഷക്കാരനല്ല ഞാൻ. ഞാനങ്ങനെ ആർട്ടിസ്റ്റുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ വളരെ അപൂർവമായിട്ടേ എഴുതിയിട്ടുള്ളൂ. ഒരു കഥ എഴുതി പൂർത്തിയാക്കുന്നു, ഒരു കഥാപാത്രത്തെ എഴുതി പൂർത്തിയാക്കുന്നു, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവൈലബിൾ ആർട്ടിസ്റ്റ് അപ്പോൾ ആരാണോ, ഓപ്ഷൻ എ ബി സിയിൽ അവൈലബിൾ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആരാണോ അവരെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പിന്തുടരുന്ന ഒരു രീതി. അപ്പം ഞാൻ എഴുതി കൊടുക്കുന്ന സംവിധായകർക്ക് വേറെ രീതിയാണെങ്കിൽ അവർക്കതുപോലെ ചെയ്യാം. അത് ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ അവരുടെ ലിബർട്ടി അല്ലേ. ഇപ്പോൾ കുറേ പേരുടെ ഇതാണ് ചേട്ടൻ്റെ കൂടെ ഒരു അസിസ്റ്റ് ചെയ്യാനായിട്ട്, ചേട്ടൻ്റെ മൂവിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഉള്ളതെന്നുള്ളതൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെയൊക്കെ താഴെ എനിക്കൊന്ന് ചേട്ടൻ അസിസ്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു, അതിനെന്താണ് ചെയ്യേണ്ടത്, ചേട്ടനിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ താഴെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാറുണ്ട്. കുറേ ഇപ്പോൾ ഈ ഫീനിക്സിൻ്റെയും ഗരുഡൻ്റെയും ഓസ്ലറിൻ്റെയൊക്കെ പ്രൊമോഷനായിട്ട് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തു. മുൻപ് വളരെ അപൂർവമായിട്ട് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം അങ്ങനെ എല്ലാ കമൻറ്റുകളും വായിച്ച് നോക്കാറില്ല. എന്നാലും മെസ്സേജസിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നേരം പോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഡയറക്ടേഴ്സ്, പിള്ളേരെ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, അവരെ എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പിന്തുടരുന്ന ഒരു രീതി. അതങ്ങനെ ചെയ്യാൻ കാരണം ഒരു സിനിമയിലേക്ക് ചിലപ്പോൾ പുതിയതായിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ എടുക്കുള്ളൂ, അതിനുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം. മാക്സിമം പോയാൽ 2. അപ്പോൾ ഈ 2 പേരുടെ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മളോടൊരു 50 or 100 പേര് ചോദിക്കുന്നുണ്ടാവും. എന്നോട് 5 or 6 വർഷമൊക്കെ അവസരം ചോദിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഓസ്ലറിലൊക്കെ ചിലപ്പം ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഏതൊരു സംവിധായകൻ്റെ അടുത്തും ഇതുപോലെ ഒരുപാട് പിള്ളേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്രൈറ്റീരിയ എങ്ങനെയാണ്, നല്ലൊരു വർക്ക് കാണിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സിനിമയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള സ്പേസിലേക്ക് ചിലപ്പോൾ കയറ്റാൻ കഴിഞ്ഞേക്കും. അല്ലാതെ പുതിയൊരാൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ, കാരണം ഇത്രയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് ചോദിച്ചാൽ ഒരു കാണിക്കാൻ വർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ, നല്ലൊരു വർക്ക് ചെയ്യുക. അത് എൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ കണ്ണിൽ പെടും. അതൊരു പ്രൊഫൈലാക്കി വെച്ചുകൊണ്ട് അവസരം ചോദിച്ചാൽ കിട്ടും. കാണിക്കാൻ വർക്കില്ലാതെ ചോദിച്ചാൽ അത്രയും ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്ന ആ പരിപാടി ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ.